ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ പനിയൊക്കെ പിടിച്ച കാരണം കേട്ടോ യൂട്യൂബിലൊന്നും വരാഞ്ഞത്. പിന്നെ ഈ കാണുന്നത് എന്താണെന്നറിയോ, ഇതൊരു കൗതുകം തോന്നിയിട്ട് ഞാൻ അങ്ങനെ എടുത്തത്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ അത്ര അടുത്തുനിന്ന് കാണുന്നതും പിടിക്കുന്നതൊക്കെ കേട്ടോ. ഇത് നമ്മുടെ അരി പൊടിക്കുന്ന കല്ലാണ്. ബിഗ് ബോസിലൊക്കെ കണ്ടിട്ടില്ലേ, ഡോക്ടർ റോബിനും മറ്റു ആൾക്കാരൊക്കെ ഇരുന്നിട്ട് അങ്ങനെ അരി പൊടിച്ചെടുക്കണത്, അവർ ജയിലിൻ്റെ ഉള്ളിലാകുമ്പോൾ പണിഷ്മെൻറ്റ് കൊടുക്കണത്, അത് ഈ സംഭവം കേട്ടോ. ഞാനും ഇതൊന്നിങ്ങനെ പൊടിക്കാൻ ശ്രമിച്ചു. നല്ല സുഖമുണ്ട് കേട്ടോ സംഭവം, കണ്ടോ? ഞാനിങ്ങനെ തിരിച്ച് നോക്കി, അതിങ്ങനെ ഉപയോഗിക്കാതിരിക്കണം കാരണം കുറച്ച് ടൈറ്റാട്ടോ. ഇത് പാവേരി മന കേട്ടോ, ആലത്തിയൂർ പൊയിലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ പാവേരി മന ഉള്ളത്. പാവേരി മനയുടെ അത് 4 കെട്ടാട്ടോ. ആ 4 കെട്ടിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 4 കെട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അങ്ങനെ അവിടെ നിന്നിട്ട് കാണുന്ന ഭാഗത്തൊക്കെ ഒന്നിങ്ങനെ ഫോട്ടോ ഇങ്ങനെ വീഡിയോ ഒന്നിങ്ങനെ ഓടിച്ചു വന്നതാട്ടോ. നല്ല ഭംഗിയാട്ടോ കാണാൻ. ഈ ഒരു 4 കെട്ടിൻ്റെ ഈ ഒരു തളത്തിൻ്റെ ഭാഗത്ത് ഇരുന്നാൽ തന്നെ അവർക്ക് ഇതിന് ചുറ്റും വരെ ബെഡ്റൂമുകളും ഇവിടെ ഡൈനിങ് ഹാളും അങ്ങനെ എല്ലാം കൂടി ഒരു അടങ്ങിയ ഭാഗമാട്ടത്, കണ്ടോ? പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ, ട്രഡീഷണൽ ലുക്കിൽ. അത്രയ്ക്ക് അങ്ങോട്ട് ഉള്ളിലേക്കൊന്നും പോയിട്ടില്ല. അവിടെ ആ 4 കെട്ടിൻ്റെ അവിടെ ഇരുന്നിട്ട് കാണുന്ന ഭാഗങ്ങളൊന്നും ഇങ്ങനെ ക്യാമറയിൽ പകർത്തിയെന്ന് മാത്രം കേട്ടോ. പിന്നെ ഉള്ളിലേക്ക് ഇനി ഒരു വീഡിയോ കൂടി ഞാൻ കാണിക്കുന്നുണ്ട്, അപ്പോൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ തിരുവാതിര അവിടുന്ന് കളിച്ചു കേട്ടോ. അപ്പോൾ ആ തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ പൂമുഖ കേട്ടോ, ഇത് വലിയ പൂമുഖമാണ്. എത്ര ആളൊക്കെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, എല്ലാതും ചെയ്യാട്ടോ. എത്ര മക്കളും പേരമക്കളും ഒക്കെ വന്നാലും ആ പൂമുഖത്ത് നിറഞ്ഞിരിക്കട്ടോ. എന്തെങ്കിലും പരിപാടിയൊക്കെ ആയി എന്ത് രസമായിരിക്കും അല്ലേ? പിന്നെ അവിടുത്തെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നല്ല പച്ച മാവുകളുണ്ടല്ലോ, അതിങ്ങനെ മുറ്റത്തേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കട്ടോ. ഊഞ്ഞാലൊക്കെ ഇട്ടിട്ട് തകർത്ത് അടിച്ച് പൊളിക്കാൻ പറ്റിയ നല്ല നല്ല മാവുകൾ കിട്ടോ. കുറച്ച് ഇലയൊക്കെ വീണിട്ട് ശല്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ ആളുകളൊക്കെ ആണെങ്കിൽ അത് വെട്ടിക്കളയും കേട്ടോ. പക്ഷെ അടിപൊളി മന കേട്ടോ. അപ്പോൾ ബൈ ബൈ.